ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങള് പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് അനുസരിച്ച് ജീവിച്ച നിനക്കും നിന്റെ തലതെറിച്ച മകനും കൊള്ളാം. ഇല്ലെങ്കി എല്ലാം പറഞ്ഞതുപോലെ. അമ്മായി കൊടുത്തിരുന്ന ടാബ്ലറ്റ് കൊണ്ട് ചെറിയമ്മയുടെ അസുഖം മാറുമെന്ന് അമ്മായി തെറ്റിദ്ധരിച്ചു അല്ലേ അമ്മായി? അമ്മായിയുടെ ഒരു ഗുളിക. എന്നാ എന്റെ വകയൊരു ഗുളിക അമ്മായിക്ക് ഇരിക്കട്ടെ. കാര്യം മനസ്സിലായല്ലോ. ഇത് യാമിനിയെ മെന്റൽ പേഷ്യന്റ് ആക്കാൻ നോക്കിയതിന് ഒരു അഡ്വാൻസ് പേയ്മെന്റ്. അപ്പോഴേ ബാക്കി പേയ്മെന്റ് എപ്പോ കൊടുക്കും? അതെ, ഞാൻ EMI പോലെ കൊടുത്തോണ്ടിരിക്കും. ഒടുവിൽ ഞാൻ എന്റെ റിവോൾവർ അങ്ങ് എടുക്കും. എന്നിട്ട് ഇവളുടെ തലക്കിട്ട് കൊടുക്കും. യാമിനിക്കിപ്പോ ഒരു കുഴപ്പമില്ല വേണോട്ടാ. ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ല സാറ്. ഭാഗ്യം. നീ ഞങ്ങളിൽ ഒരാളെ കൊല്ലാൻ നോക്കുന്നോടി. അയ്യോ അമ്മേ, ഞാനാ ടാബ്ലറ്റ് കൊടുത്തത്. മിണ്ടരുത് നീ. എന്തായാലും കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നന്നായി. അതെ സാർ. അമ്മയും ചേച്ചിയും എവിടെ വേണോട്ടാ? അവര് അംബിക മാഡത്തിന്റെ മുറിയിലുണ്ട് സാർ. രാജു, ടാബ്ലറ്റ് കൊടുത്ത് അവളൊരു ഭ്രാന്തിയാക്കാൻ നോക്കി. ഞങ്ങളെല്ലാം ഒന്നാകെ അങ്ങ് തീർത്ത് കളയാന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നീ ഒരു ക്രിമിനലാ. നിന്നെ ഇനി ഈ വീട്ടിൽ താമസിപ്പിച്ചോണ്ടിരുന്ന അതൊട്ടും ശരിയാവില്ല. നിനക്ക് പകയും പ്രതികാരവും മാത്രമേ മനസ്സിലുള്ളൂ. അങ്ങനെയുള്ളവരെ ഒരു കൂട്ടുകുടുംബത്തിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അമ്മേ, ഞാനൊന്നും മനഃപൂർവ്വമല്ല. നീ എല്ലാം മനഃപൂർവ്വം തന്നെയാ ചെയ്യുന്നേ. ഞാനേ എന്റെ ഈ കുഞ്ഞിന്റെ കല്യാണം നടത്താൻ വന്നതാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്തത് നിന്നെയാ. നീ ഒരു ദുഷ്ടമൃഗമാ. നീ എന്റെ പ്രതാപിന്റെ ചേച്ചിയാ. നിന്നെ ഞാൻ തീർത്താ കൂടപ്പറപ്പല്ലേ, അവന് വേദനിക്കും. അതുകൊണ്ട് തൽക്കാലം വിടുന്നു. പക്ഷേ ഈ പരിഗണന മേലിൽ കിട്ടിയെന്ന് വരില്ല. നീയും നിന്റെ മകനും തമ്മിലുള്ള ഗൂഢാലോചനകളാ ഈ വീട്ടിൽ എപ്പോഴും. ഇനി നീയും നിന്റെ മകനും കൂടി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ ജീവിച്ചില്ലെങ്കിൽ ഞാൻ പ്രതാപനോട് എല്ലാം തുറന്നു പറയും. എന്നിട്ടേ എന്നേക്കുമായി നിന്നെ ഇവിടുന്ന് പുറത്താക്കും. എന്താ ഒരു ബഹളം? നോക്കാം. ദൈവമേ, ഇവരിവിടെ നടന്ന സത്യങ്ങളെല്ലാം ഇവനോട് പറയൂ. എന്താമേ, വഴക്കെന്തേലാണോ? പ്രതാപനോടെല്ലാം തുറന്നു പറയണോ? വേണ്ട, ഒന്നും ഇപ്പൊ പറയണ്ട. എന്തായാലും ഇവൾക്കൊരവസരം കൂടി കൊടുക്കാം. എന്താമേ? പ്രതാപ, യാമിനിയുടെ മനസ്സിന് ഡിപ്രഷൻ പെട്ടെന്ന് മാറിയില്ലേ? ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. അതെ. ഞങ്ങൾ എഴുതി എന്തോ വഴക്കാണെന്ന് അല്ലേ രാജു? സത്യത്തെ ഞാനും പേടിച്ചുപോയി.
എന്താമേ, വേണൂട്ടിനും കുടുംബം അവിടെ വന്നിരിക്കുകയല്ലേ? അപ്പൊ അമ്മയും ചേച്ചിയും ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ശരിയാണോ? യാമിനിയുടെ അസുഖം മാറിയ സന്തോഷത്തിൽ ഞങ്ങൾ അല്പം സംസാരിച്ചിരുന്നു പോയി. അത് മറ്റൊന്നുമല്ല പ്രതാപ. യാമിനിയുടെ രോഗം പെട്ടെന്ന് മാറിയതേ നമ്മുടെ പരദേവതയുടെ അനുഗ്രഹം കൊണ്ടാ. ഈ വീട്ടില് പരദേവതയെ പ്രീതിപ്പെടുത്താൻ ഒരു പൂജ ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് പറയായിരുന്നു. പൂജയോ? എന്ത് പൂജ? അല്ല, ഒരു സർവേശ്വരി പൂജയും ഒരു മഹാഗണപതി ഹോമവും നടത്തിയാ മതി. അത് നല്ല കാര്യം, നടക്കട്ടെ. ആ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ താഴേക്ക് വാ. ഞങ്ങൾ ഇപ്പൊ വരാം, നിങ്ങൾ ചെല്ല്. ശരി രാജു. അവസരത്തിനൊത്ത് എന്തെങ്കിലും കുതന്ത്രം ഒപ്പിക്കാൻ നിനക്ക് നന്നായിട്ട് അറിയാം. യു ആർ എ ബോൺ ക്രിമിനൽ. ഒരു ചാൻസ് കൂടെ ഞാൻ നിനക്ക് തരിക. അത് നിന്റെ അച്ഛനെയും പ്രതാപനെ ഓർത്ത് മാത്രമാ. ഇനി ഇതുപോലെ ഈ കുടുംബത്തില് എന്തെങ്കിലും ദ്രോഹം ചെയ്യാൻ ശ്രമിച്ച ഹോമം നടത്തുന്നത് വീട്ടിനകത്തായിരിക്കില്ല, നിന്റെ തലയിലായിരിക്കും. നിന്റെ തലയിൽ ഇഷ്ടിക ഞാനങ്ങ് അടുക്കും. എന്നിട്ട് ഒരു ഹോമകുണ്ട ഞാനങ്ങ് ഒരുക്കും. വിറകിട്ട് കത്തിച്ച് നെയ്യൊഴിച്ച് ഒരു അന്ധകാര ഹോമങ്ങ് നടത്തും. മനസ്സിലായോടി? ഞങ്ങള് പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് അനുസരിച്ച് ജീവിച്ച നിനക്കും നിന്റെ തലതെറിച്ച മകനും കൊള്ളാം. ഇല്ലെങ്കി എല്ലാം പറഞ്ഞതുപോലെ. ആഹാ, എങ്ങനെയുണ്ട്? സന്തോഷായോ? ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാ. ഒറിജിനൽ വെടിക്കെട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അമ്മമ്മേ, വിറച്ചു പോയല്ലേ? കുടിക്കാൻ വെള്ളം വേണോ? വർമ്മ സാറിന്റെ മകളായതുകൊണ്ടും എന്റെ മരുമകളായതുകൊണ്ടും ഞാൻ പുകഴ്ത്തി പറയണതൊന്നുമല്ല. നമുക്ക് കിട്ടിയ പുണ്യമാണ് സാറേ ഹൃദയ മോള്. ആരോടും ഒരു പരിഭവമില്ല, നല്ല സ്വഭാവം, ഓരോന്നും ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരു രീതി. ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാ. വേണുവാശാന്റിന്റെ ആദമ്മയും പറയുന്നത് 100% സത്യം. പകല